നിങ്ങൾക്ക് നല്ല മക്കളുണ്ടാവണോ? അവരുടെ മുമ്പിൽ ഏറ്റവും നല്ല മാതൃകകളായി നിങ്ങൾ മാറണം. അതിലേറ്റവും പ്രധാനം ഭാര്യയാണ്, ഉമ്മയാണ്. കാരണം ഈ കുട്ടി ഏറെ സമയവും ചെലവഴിക്കുന്നത് ഉമ്മയുടെ കൂടെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ കുട്ടി എപ്പോഴും ശ്രദ്ധിക്കാൻ ഉമ്മയാണ് ശ്രദ്ധിക്കുക. കുട്ടി ഉമ്മയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ജനിച്ചൊരു 5, 6, 8 മാസമായ ഒരു കുട്ടി, ആ കുട്ടിയെ ഒരു അന്യ വീട്ടിലെ പെണ്ണ് വന്നെടുത്താൽ കുട്ടി കരയും. എന്താ കാരണം? കുട്ടിക്കറിയ ഇതെന്റെ മാതാവല്ല, കുട്ടിക്കറിയ ഇതെന്റെ മാതാവല്ല, അപരിചിതയാണ്. അപ്പൊ ഈ കുട്ടി എപ്പോഴും ശ്രദ്ധിക്കുന്നത് ആരെയാ? മാതാവിനെയാണ്. മാതാവിനെ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ കേവലം ശ്രദ്ധയില്ല, മാതാവിന്റെ ഓരോ അടക്കവും മനക്കവും വാക്കും പ്രവൃത്തിയും കുട്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, മക്കളുടെ വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാലം അവരുടെ മുടക്കുടി പ്രായമാണ്. അമ്മമാരോട് ഞാൻ പറയട്ടെ, ഇവിടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹറാമായ ഭക്ഷണം ഉമ്മ ഭാഗത്തേക്ക് കടത്തരുതെന്നാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമാകരുത്. ഭാര്യയും അതേപോലെ ഭർത്താവും അല്ലെങ്കിൽ കുടുംബനാഥനും നാഥയും ഹറാമായ സമ്പാദ്യത്തിന്റെ ഉടമകളാകരുത്. ഹറാമാണ് സമ്പാദ്യമെങ്കിൽ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ശരീരത്തിൽ രക്തമുണ്ടാകുന്നത്. ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമ്മയുടെ അമ്മിഞ്ഞ പാലിലെ പാലാ ഭക്ഷണത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഹറാമാണ് ഭക്ഷണമെങ്കിൽ ഹറാമ കലർന്ന അമ്മിഞ്ഞപ്പാൽ ഈ കുട്ടിയുടെ അകത്തളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അതിന്റെ ദുസ്വാധീനം കുട്ടിയിലുണ്ടാകും. അതുകൊണ്ട് ഒന്നാമതായി മുലകുടി പ്രായത്തിലും ഗർഭകാലഘട്ടത്തിലും ശ്രദ്ധിക്കേണ്ടത് എന്താ? ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തിൽ ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് ഭക്ഷണം ഉണ്ടാവരുത്. ആ ഭക്ഷണം കുട്ടികളുടെ ശരീരത്തെ ദുസ്വാധീനത്തിലകപ്പെടുത്തും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമല്ലേ, പുണ്യ നബി ഒരിക്കൽ തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. കടന്നു വരുമ്പോഴാ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ അകത്ത് ഈത്തപ്പഴം, സകാത്തിന്റെ ഈത്തപ്പഴം കൊണ്ടുവന്ന് കുഞ്ഞുകൂട്ടിയിട്ടുണ്ട്. സകാത്തിന്റെ ഈത്തപ്പഴം കൊണ്ടുവന്ന് കൂട്ടി വെച്ചിരിക്കുകയാണ്. പുണ്യ നബി വീട്ടിലേക്ക് കയറി വരുമ്പോ കാണുന്ന രംഗമെന്താ? ഹസൻ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ഈത്തപ്പഴത്തിന്റെ കൂട്ടത്തിൽ നിന്നൊരു ഈത്തപ്പഴം എടുത്ത് കഴിക്കാൻ വായിലേക്ക് ഇടുന്ന രംഗമാ പുണ്യ നബി കാണുന്നത്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ആ ഈത്തപ്പഴം പറിച്ചു വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഈത്തപ്പഴത്തിന്റെ കൂട്ടത്തിലേക്ക് തന്നെ വെച്ചിട്ട് പറഞ്ഞു, ഇന്നഹാ ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി. മുഹമ്മദ് നബിക്കോ മുഹമ്മദ് നബിയുടെ കുടുംബത്തിനോ സകാത്ത് ഹലാലല്ല. അതുകൊണ്ട് ഹലാലല്ലാത്തവർ ഭക്ഷണത്തിന്റെ അംശവും ശരീരത്തിലേക്ക് കടന്നാൽ ആ ശരീരം നന്നാവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു ഹദീസ് ശ്രദ്ധിക്കൂ നിങ്ങൾ. കുല്ലു ലഹമിൻ നബത മിൻ ഹറാം ഫന്നാറു ഔലാ ബിഹി. കുല്ലു ലഹമിൻ നബത മിൻ ഹറാം, ഹറാമിൽ നിന്നുണ്ടായ എല്ലാ മാംസവും, റസൂലുള്ളാഹിന്റെ വാക്ക് കുല്ലു ലഹമിൻ നബത മിൻ ഹറാം, ഹറാമിൽ നിന്നുണ്ടായ എല്ലാ മാംസവും ഫന്നാറു ഔലാ ബിഹി, നരകമാണ് അതിനോട് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് നരകത്തിന്റെ പ്രവർത്തനങ്ങളെ ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതൊന്ന്, കഴിക്കുന്നത് ഹലാലാവാൻ ശ്രദ്ധിക്കണം. ആര്? വാപ്പയും ഉമ്മയും. മാതൃകാ കുടുംബം പരിവർത്തനത്തിന്റെ ആദ്യ പാഠശാല. പരിവർത്തനം തുടങ്ങേണ്ടത് എവിടുന്ന? മക്കളിൽ നിന്നല്ല, മാതാപിതാക്കളിൽ നിന്ന്. ആരാ പഠിപ്പിക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് പിന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞത് എവിടെയാ? ഈ മുലകുടി പ്രായത്തിലാ. എന്താ റസൂലുള്ള പറഞ്ഞത്? നമ്മുടെ മക്കളോട് ആദ്യമായി അല്ലാഹ് എന്ന വാക്ക് ഉച്ചരിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹ് എന്ന വാക്കാവണം ഒരു കുട്ടി ആദ്യമായി ഉച്ചരിക്കേണ്ടത്. അതാ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. അല്ലാഹ് എന്നൊരു കുട്ടി ഉച്ചരിക്കണമെങ്കിലോ കുറച്ച് പണി ഉണ്ടാവും. എന്താ പണി? എപ്പോഴും ഈ കുട്ടി കേൾക്കുന്നത് അല്ലാഹുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്ന കുട്ടിക്ക് അല്ലാഹ് എന്ന വാക്ക് ഉച്ചരിക്കാൻ കഴിയൂ. അല്ലാഹ് എന്ന വാക്ക് ഉച്ചരിക്കണോ? അല്ലാഹുമായി ബന്ധപ്പെട്ട സാഹചര്യം വീട്ടിന്റെ അകത്തളത്തിൽ ഉണ്ടാവണം. അല്ലാത്തവർക്ക് കഴിയില്ല. അല്ലാത്ത മക്കൾക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ എന്താ അറിയോ? ഒരു ജനിച്ചപാടെ കേൾക്കുന്നുണ്ട്,
ഒരു കുട്ടി ജനിച്ചപാടെ കാണുന്നുണ്ട്, ഒരു കുട്ടി ജനിച്ചപാടെ സംസാരിക്കുന്നില്ല. സംസാരിക്കാൻ 1.5-2 വർഷമെടുക്കുന്നു. എന്താ ഈ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത്? ഒരു കുട്ടി സംസാരിക്കാൻ 2 വർഷമെടുക്കുന്നത് കുട്ടിക്ക് ജനിച്ചപാടെ സംസാരിക്കാൻ കഴിയാത്തോണ്ടല്ലോ. കണ്ണിന് നോക്കാൻ കഴിവ് കൊടുത്ത റബ്ബിന്, കാതിന് കേൾക്കാൻ കഴിവ് കൊടുത്ത റബ്ബിന്, നാവിന് സംസാരിക്കാനും കഴിവ് കൊടുത്തൂടെ? പക്ഷെ 2 കൊല്ലവും കുട്ടി ചെയ്യുന്നത് എന്താ? തന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവർ എന്ത് സംസാരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കാൻ. 2 കൊല്ലവും ഈ കുട്ടി ശ്രദ്ധിക്കുന്നത് ഉമ്മ എന്താ പറയുന്നത്, ഉപ്പ എന്താണ് പറയുന്നത്, ചുറ്റുഭാഗത്തും ഇരിക്കുന്നവരെന്താ പറയുന്നത്. നല്ലോ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ പാഠശാല ഏതാ? സ്കൂളല്ല, നഴ്സറിയല്ല, പ്ലേ സ്കൂളല്ല. ആദ്യ പാഠശാല അൽ-ഉമ്മ മദ്റസത്തുൻ. ഉമ്മയാണ്, ഉമ്മയാണ് ഒരു സമൂഹത്തിന്റെ ആദ്യത്തെ പാഠശാല. ഉമ്മയാണ്. ഉമ്മ നന്നായോ സമൂഹം നന്നായി, പെണ്ണു നന്നായോ സമൂഹം നന്നായി. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാഴ്ചപ്പാടിതാൻ, വിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാടിതാൻ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഒരു കുട്ടിയോട് ആദ്യമായി അല്ലാഹ് എന്ന് സംസാരിപ്പിക്കാൻ ശ്രദ്ധിച്ചാൽ അത് ആ കുട്ടിയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും, വലിയ സ്വാധീനം. ഞങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു പിഞ്ചുകുട്ടിക്ക് നിങ്ങൾ ഒരു തവണ മിഠായി കൊടുത്തു, ഒരു തവണ മിഠായി കൊടുത്ത് അവൻ മധുരത്തിന്റെ സ്വാദറിഞ്ഞാൽ പിന്നെ ആ മിഠായി എപ്പോഴും അവന് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഒരു തവണ നിങ്ങൾ മറ്റു വല്ലതുമാണ് ആ കുട്ടിക്ക് കൊടുത്ത് ശീലിപ്പിച്ചതെങ്കിലോ കുട്ടി അതിനോടായിരിക്കും താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ മനസ്സിലാദ്യം അല്ലാഹു എന്ന ബോധമാണ് ഉണ്ടാക്കി തീർക്കേണ്ടത്. ഏത് കുഞ്ഞിന്റെ നിഷ്കളങ്കനായ ഒന്നും കടന്നു വന്നിട്ടില്ലാത്ത കുട്ടിയുടെ അതിന് ചെയ്യേണ്ടത് എന്താ? എപ്പോഴും അല്ലാഹ് എന്ന കുട്ടിയോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. എപ്പോഴും അല്ലാഹ് അല്ലാഹ്. അതല്ലേ പണ്ടൊക്കെ ഉമ്മമാര് കുട്ടിയെ താരാട്ട് പാടുമ്പോ പാടെന്താ അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലയാ പാടി കൊടുക്കുക. ലാ ഇലയില്ല, ഏറ്റവും ലേറ്റസ്റ്റ് പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ സംസ്കാരം മാറിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തലമുറയൊക്കെ അത്യാവശ്യം മതബോധമുള്ളതായതുകൊണ്ടാ? നമ്മുടെ പിതാക്കന്മാർ മതബോധമുള്ളതായതുകൊണ്ടാണ്? ഞാൻ ചോദിക്കട്ടെ, പഠനങ്ങളുടെ കുറവ് കൊണ്ടല്ല. പണ്ടെങ്ങാനും ഇങ്ങനെയൊക്കെ ഉള്ള മതപഠനങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. പണ്ടിങ്ങനെയുള്ള മതപഠനങ്ങളില്ല. ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഉമ്മയൊക്കെ പറയുന്നത്, പായക്കാട് ഞങ്ങളുടെ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഒരു വേദുണ്ടാവും, 40 ദിവസമോ 20 ദിവസമോ, ഒരു കൊല്ലത്തിലാകെ അതിൽ നിന്ന് ഇൽമു പഠിക്കാൻ തന്നെ എല്ലാരും പോകൂല. പോയ ആളുകൾ പറയുന്നത്, കേട്ട ആളുകൾ പറയുന്നത് കേട്ടിട്ടാ വേറെ ഉള്ളവർ പഠിക്കാറുണ്ടായിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, മതകീയമായ രംഗം പഠിക്കാനേറെ സാഹചര്യങ്ങൾ എത്രയോ നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ടിട്ടും എന്തുകൊണ്ട് സമൂഹം മോശമായി, സാഹചര്യം മോശമായി കൊണ്ടിരിക്കുകയാണ്. വീടിന്റെ അകത്തളങ്ങൾ മോശമായി കൊണ്ടിരിക്കുകയാണ്. വീടിന്റെ അകത്തളങ്ങൾ മോശമായി കൊണ്ടിരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 2 വയസ്സായ ഒരു കുട്ടിയുടെ കയ്യിലേക്ക് നിങ്ങൾ മൊബൈൽ എടുത്തു നോക്ക്. കുട്ടി അത് മൊബൈൽ നമ്മളറിയാത്ത ഓപ്ഷൻ പോലും എടുത്ത് കളിക്കൊണ്ടിരിക്കും. നമ്മളറിയാത്ത ഓപ്ഷൻ, നമുക്കറിയാത്ത ഓപ്ഷൻ കൂടി കുട്ടി കൈകാര്യം ചെയ്യും. ഒരു കുട്ടിയുടെ കയ്യിലേക്ക് റിമോട്ട് കൺട്രോൾ കൊടുത്തുകയാണ്. 3 വയസ്സുള്ള കുട്ടി നിങ്ങൾക്ക് എടുത്തരും, നിങ്ങൾക്ക് ഏത് ചാനൽ വേണോ ആ ചാനൽ എടുത്തു തരും. എന്തേ? നല്ലോ ചിന്തിക്കണം. വീടിന്റെ സാഹചര്യങ്ങൾ ആ മക്കളെ നാശമാക്കിയത്. വീടിന്റെ സാഹചര്യങ്ങൾ ഒളിച്ചോടാൻ പഠിച്ചതെങ്ങനെ? നല്ലോ ശ്രദ്ധിക്കണമേറെ സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. മാതൃകാ കുടുംബം പരിവർത്തനത്തിന്റെ ആദ്യ പാഠശാല. ഘട്ടം പറയേണ്ട, ഞാൻ വേഗം പറഞ്ഞു പോയതാണ്. ഓരോ ഘട്ടം ഏറെ സമയം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും നമുക്ക് വേണം. ഓരോ ഘട്ടത്തിലുമുള്ള കുട്ടിയുടെ മനഃശാസ്ത്രം, അതിനനുസരിച്ച് കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പുണ്യനബി പഠിപ്പിച്ചു പോയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒളിച്ചോട്ടം കുട്ടികൾ പഠിച്ചത് എവിടുന്നാ? ഒളിച്ചോട്ടം മക്കൾ പഠിച്ചത് എവിടുന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ നിന്നാണ്. നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ നിന്നാ കുട്ടികൾ ഇത് പഠിച്ചത്. 9 വയസ്സായൊരു കുട്ടി തൂങ്ങി മരിച്ചല്ലോ. കണ്ണൂർ ജില്ലയിൽ ഉണ്ടായൊരു സംഭവം. 9 വയസ്സായൊരു കുട്ടി തൂങ്ങി മരിച്ചു. വാപ്പയോടും ഉമ്മയോടും പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ്. വാപ്പ എന്തോ ചീത്ത പറഞ്ഞപ്പോ വീടിന്റെ റൂമിനകത്ത് കയറിയിട്ടവൻ കഥകടച്ചു കളഞ്ഞു. കഥകടച്ചിട്ടോ വാപ്പയും ഉമ്മയും ദേഷ്യം പിടിച്ചതായതുകൊണ്ട് ഒന്നും ചെയ്തില്ല. അവർ ഏറെ നേരം കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കി കുട്ടിയെ. വീട്ടിന്റെ റൂമിന്റെ അകത്ത് നിന്ന് അനക്കമില്ല. അവസാനം വിളിച്ചു, വിളി കേൾക്കുന്നില്ല. വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കടന്നു. ഞാൻ പറയണോ ഏതാണ് സ്ഥലം? ഒരുപക്ഷെ ഈ സംഭവം നടന്ന നാട്ടുകാർ ഇവിടെ ഉണ്ടാവും. കണ്ണൂർ ജില്ലയിലാണ്.
വാതിൽ ചവിട്ടി പൊളിച്ചകത്ത് കടന്നു. അതകത്ത് കടന്നു നോക്കുമ്പോ കാണുന്ന രംഗെന്താ? കേവലം 9 വയസ്സായ കുഞ്ഞുമോൻ. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തെന്നവൻ തിരിച്ചറിഞ്ഞിട്ടില്ല. കാണുന്ന രംഗം, ആ റൂമിനകത്തുണ്ടായിരുന്ന തുണിയെടുത്ത് തുണി ജനലിന്റെ അഴിയിൽ കുരുക്കി അവൻ തന്റെ കഴുത്തിൽ കുരുക്കിയിട്ട് തൂങ്ങി മരിച്ചു കിടക്കുകയാണ്. അവൻ മരണപ്പെട്ട് കിടക്കുക. വാപ്പയോട് പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ്. തൂങ്ങിയാൽ എന്താ സംഭവിക്കാന്ന് അറിയില്ല. പക്ഷെ ഈ രംഗം അവൻ എവിടെന്നോ കണ്ടുപഠിച്ചു. പ്രതിഷേധം അവൻ രേഖപ്പെടുത്തിയത് അങ്ങനെയായിരുന്നു. നല്ലപോലെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം 1, കുട്ടിയുടെ മുലപ്പൊടി പ്രായം തന്നെയാണ്. ശ്രദ്ധിച്ചിട്ടോ നിങ്ങൾ? കുട്ടിയുടെ മുലപ്പൊടി പ്രായത്തിലാ പല സ്വഭാവവും കുട്ടി ഉമ്മയിൽ നിന്ന് ആവാഹിച്ചെടുക്കുന്നത്. ആ സമയത്ത് നമുക്ക് അവർക്ക് നല്ലത് കൊടുക്കാൻ കഴിഞ്ഞാൽ മക്കൾ നന്നാവും. 3 വയസ്സുള്ള കുട്ടി, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉമ്മാന്റെ കൂടെ പോയി നിസ്കരിക്കും, സുജൂദ് ചെയ്യും. ഈ കുട്ടി പാഠശാലയിലേക്ക് മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പേ സുജൂദ് ചെയ്യാൻ പഠിച്ചത് എവിടുന്ന? ഉമ്മ സുജൂദ് ചെയ്യുന്നത് കണ്ടിട്ടാ. ഉമ്മ തീരെ സുജൂദ് ചെയ്യാത്ത കൂട്ടത്തിലാണല്ലോ. മദ്രസയിൽ വെച്ച് ഉസ്താദ് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞാലും കുട്ടി സുജൂദ് ചെയ്യില്ല. കാരണം കുട്ടിക്കത് പരിചയമേ ഇല്ല. അതുകൊണ്ട് വീട്ടിന്റെ അകത്ത് നിന്ന് നമ്മൾ ഏത് സംസ്കാരമാണോ കുട്ടിക്ക് നൽകുന്നത്, ആ സംസ്കാരത്തിലാണ് കുട്ടി വളരുക. അതുകൊണ്ടാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു സമൂഹം നല്ല സമൂഹമാകണോ, ആ സമൂഹത്തെ വളർത്തുന്ന വാപ്പയും ഉമ്മയും നല്ല സംസ്കാരത്തിന്റെ ഉടമകളാകണം. ഇത് തന്നെ ഈ വിഷയത്തിൽ ആത്യന്തികമായി പറയാറുള്ളത്. ഏതു ഘട്ടമാണെങ്കിലും കാണുന്നതെന്നാ